ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമനേയെയും സൈനികരെയും അമേരിക്കയും ഇസ്രായേലും വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധത്തോടെ തെരുവിലിറങ്ങി അട്ടഹാസം നടത്തുന്നവരും ചില ആളുകളും ഖമനേയിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ചില ആളുകളും അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട്. യഥാർത്ഥത്തിൽ ഇറാനിൽ എന്താണ് ഖമനേയി നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്, ഇറാനിൽ എന്താണ് സംഭവിച്ചിരുന്നത്, അവിടുത്തെ സ്ത്രീകൾക്ക് അവിടുത്തെ ഭരണകൂടം നൽകിയ ഫത്വകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് ചിലർക്ക് ആവശ്യമായി വരും. അതായത് 1989 ഖമനേയിയുടെ മരണാന്തരം ഖമനേയി പൗരോഹിത്യ സമിതിയായ അസംബ്ലി ഓഫ് എക്സ്പെർട്സ് ഖമനേയിയെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കുന്നു. പിന്നീടുള്ള വർഷങ്ങൾ കണ്ടത് ഇറാന്റെ ഭരണം കൈപ്പിടിയിലാക്കുന്ന ഖമനേയിയായിരുന്നു. ഭരണസ്ഥാപനങ്ങളിൽ വിശ്വസ്തരെ നിറച്ച് വിലായത്തെ ഫക്കീം അഥവാ പൗരോഹിത്യ ഭരണം എന്ന സവിശേഷ സംവിധാനം കൊണ്ടുവന്നു. രാഷ്ട്രീയ അടിച്ചമർത്തലുകളും എതിരാളികളുടെ അറസ്റ്റുമുണ്ടായി. ഈ കാലഘട്ടത്തിൽ ഖമനേയി നടപ്പിലാക്കിയത് വളരെ ക്രൂരമായ ഭരണം തന്നെയായിരുന്നു. സ്ത്രീയുടെ ഒരു മുടി ഇഴ പോലും പുറത്തു കണ്ടാൽ അവർക്ക് വിധിച്ചത് വളരെ ക്രൂരമായ മരണം. 13 വയസ്സിൽ വിവാഹം, അബോർഷൻ പാടില്ല തുടങ്ങി സ്ത്രീകളെ മനുഷ്യജീവികളായി പോലും കാണാത്ത നിയമങ്ങൾ. അവയിൽ ചില ഫത്വകൾ ഇങ്ങനെയാണ്. 1980കളിൽ ഇറാന്റെ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കന്യകമാരായ പെൺകുട്ടികളെ ശിക്ഷ നടപ്പാക്കുന്നതിന് തലേ ദിവസം വിചിത്രമായ ഒരു ആചാരമുണ്ടായിരുന്നു. അവരെ കാവൽക്കാർ നിർബന്ധിതമായി വിവാഹം കഴിക്കും. അതിനുശേഷം ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്യും. മുൻ ജയിൽ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുകൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ വരെ വിഷയം ചർച്ചയായിട്ടുള്ളതാണ്. ഈ ക്രൂരകൃത്യത്തിന് കാരണം ഒരു വിശ്വാസമായിരുന്നു. കന്യകമാരായി മരിക്കുന്നവർ നേരിട്ട് സ്വർഗത്തിൽ ചെല്ലുമത്രേ. അങ്ങനെ ഒരു വിശ്വാസം അക്കാലത്ത് ചില മതമൗലികവാദികൾക്കിടയിൽ ഉണ്ടായിരുന്നു. വധിക്കപ്പെടുന്നത് ദൈവത്തിന്റെ ശത്രുക്കളായതിനാൽ അവർ അങ്ങനെ സ്വർഗത്തിൽ പോകാൻ പാടില്ല എന്ന ദുർവ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രൂരത നടന്നതെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പല കേസുകളിലും പെൺകുട്ടിയെ വധിച്ച ശേഷം ജയിൽ അധികൃതർ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവർ ജയിൽ കാവൽക്കാരനെ വിവാഹം കഴിച്ചു എന്ന് അവകാശപ്പെടുകയും വിവാഹ സമ്മാനമായി ഒരു പെട്ടി മധുര പലഹാരമോ ചെറിയ തുകയോ നൽകുകയും ചെയ്തിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത്രയും ക്രൂരമായ ഒരു നടപടി ലോകത്ത് മറ്റെവിടെയും കാണില്ല. ഇപ്പോൾ അന്തരിച്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി, മുൻപ് പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള ഖുമനേയി അദ്ദേഹമാണ് ഇതൊരു ഫത്വയായി നടപ്പിലാക്കിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണത്രേ സൈന്യം ഈ ക്രൂരത കാട്ടുന്നത്. 1989 ഫെബ്രുവരിയിലാണ് ഇറാന്റെ അന്നത്തെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള ഖുമനേയി ദ സാത്താനിക് വേഴ്സ് എന്ന പുസ്തകം ഇസ്ലാം വിരുദ്ധമാണെന്ന് ആരോപിച്ച എഴുത്തുകാരൻ സൽമാൻ റുഷ്ദിയെ കൊല്ലാൻ ഫത്വ നൽകിയത്. ഇതിന്റെ പേരിൽ വർഷങ്ങളോളം ഒഴിവിൽ കഴിഞ്ഞ റുഷ്ദി 2022 ഓഗസ്റ്റ് 12 അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അതാണ് ഫത്വയുടെ കരുത്ത്. എത്ര കാലം കഴിഞ്ഞാലും അത് നടപ്പാക്കാൻ ആളുണ്ടാകും. ഖുമനേയി മരിച്ച ഖമനേയി പരമോന്നത നേതാവായപ്പോൾ പിടിച്ചതിലും വലുത് മാളത്തിലെന്ന അവസ്ഥയാണ് പിന്നീട് കണ്ടത്. ഖുറാനോദിയും തഫസീറുകൾ വ്യാഖ്യാനിച്ചും ജീവിതം ചെലവിടുന്ന ഒരു സാധാരണ മൗലവിയായി ഒതുങ്ങാൻ ഖമനേയി തയ്യാറായിരുന്നില്ല. ഇംഗ്ലീഷിലും പേർഷ്യയിലും അറബിയിലും എല്ലാം പഠിച്ചതുപോലെ തന്നെ യുദ്ധതന്ത്രങ്ങളിലും സൈനിക രീതികളിലും ഖമനേയി പഠിച്ചു. തോക്കെടുത്ത പുരോഹിതൻ എന്നാണ് അയാൾ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അയാൾക്ക് അധികാരം കിട്ടിയതോടെ ഇറാനിലെ സ്ത്രീകളുടെ അവസ്ഥ ഒന്നുകൂടി മോശമായി. ഒരു കാലത്ത് സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായി അറിയപ്പെട്ടിരുന്ന ഇറാനെ ഒരു ഭ്രാന്തൻ രാജ്യമാക്കി മാറ്റിയെടുത്തത് ഖമനേയിയാണ്. ഖമനേയുടെ രക്തസാക്ഷിത്വത്തിൽ വിലപിക്കുന്ന കേരളത്തിൽ അടക്കമുള്ളവർ അറിയണം എന്താണ് ഖമനേയി ഇറാനിലെ സ്ത്രീകളോട് ചെയ്തതെന്ന്. 85 വയസ്സിലും ലോകത്തെ വിറപ്പിച്ച ഈ കടൽ കിഴവന്റെ കുപ്രസിദ്ധമായ ഫത്വകളിലൂടെ ഒന്ന് കടന്നുപോയാൽ കാര്യം പിടികിട്ടും. ഖമേനിയുടെ ഏറ്റവും പ്രധാന സ്ത്രീവിരുദ്ധ നിലപാടുകളിൽ ഒന്നാണ് നിർബന്ധിത ഹിജാബ് നിയമം. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കണം. ഈ നിയമം കർശനമായി നടപ്പിലാക്കി. ഇത് ലംഘിക്കുന്നവരെ ശിക്ഷിക്കാൻ ടമോറാലിറ്റി പോലീസ് എന്ന വിഭാഗത്തിന് വിപുലമായ അധികാരം നൽകി. ഹിജാബ് ധരിക്കുന്നത് സ്ത്രീകൾക്ക് പ്രതിരോധ ശേഷി നൽകുന്നു എന്ന് വരെ ഖമനേയി പറഞ്ഞു വെച്ചിരുന്നു. 2022 മഖ്സാനിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ വലിയ പ്രക്ഷോഭമുണ്ടായത് ലോകത്തെ ഞെട്ടിച്ചിരുന്നു. ഏറ്റവും അതിവിചിത്രമായ ഒരു കാര്യം,
മഖ്സാമിനി ഹിജാബ് ധരിച്ചിരുന്നു എന്നതാണ്. അതിനിടയിൽ മുടിയിഴ കണ്ടതാണ് പ്രകോപനത്തിന് കാരണമായത്. സർക്കാരിന്റെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ളതായിരുന്നു ഹിജാബ് ധരിക്കുക എന്നത്. 2022 സെപ്റ്റംബർ 13 ടെഹ്റാനിൽ വച്ചിട്ടാണ് ഇറാന്റെ മൊറാലിറ്റി പോലീസ് അവളെ അറസ്റ്റ് ചെയ്യുന്നത്. ശിരോവസ്ത്രം ശരിയായ രീതിയിലല്ല ധരിച്ചതെന്നും അതിലൂടെ മുടി പുറത്തു കാണുന്നുണ്ടെന്നുമായിരുന്നു അവർ ഉന്നയിച്ച ആരോപണം. ഒരു മുടി പോലും പുറത്തു കാണരുത് എന്നാണ് ഖമനേയിയുടെ ഫത്വ. ഹിജാബ് നിയമങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള റീ എഡ്യൂക്കേഷൻ ക്ലാസുകളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് അവളെ പോലീസ് വാനിൽ കയറ്റിയത്. വാനിനുള്ളിൽ വെച്ച പോലീസ് ഉദ്യോഗസ്ഥർ അവളെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ദൃക്സാക്ഷികൾ ആരോപിക്കുന്നു. തുടർന്നായിരുന്നു അവളുടെ മരണം. ഇത് ഇറാനിൽ ഉടനീളം വൻ പ്രതിഷേധങ്ങൾക്കും വുമൺ ലൈഫ് ഫ്രീഡം എന്നീ മുന്നേറ്റത്തിനും തുടക്കമിട്ടു. പക്ഷേ ഖമനേയി അത് ക്രൂരമായാണ് അതിനെ അടിച്ചമർത്തിയത്. നൂറുകണക്കിന് സ്ത്രീകളെ പട്ടാളം വെടിവെച്ചു കൊന്നു. അതിനുശേഷം 2026 വിലക്കയറ്റത്തിനെതിരെ ഉണ്ടായ പ്രക്ഷോഭത്തെയും ഖമനേയി ക്രൂരമായാണ് അടിച്ചമർത്തിയത്. 1.5 മാസത്തിനുള്ളിൽ 1,00,000-ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. അറിയപ്പെടാത്തത് എത്രയോ എണ്ണം. വളരെയേറെ ശവങ്ങൾ കൂനകൂട്ടി സംസ്കരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പല സംഘടനകളും പറയുന്നത് 90,000-ഓളം പേർ അവിടെ ഒരു മാസത്തിനുള്ളിൽ മരിച്ചു വീണു എന്നാണ്. ഖമനയുടെ ചിത്രം കത്തിച്ച് സിഗരറ്റ് വലിച്ച സ്ത്രീകളെല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്നോ തടവിലാക്കി വിരലുകൾ വെട്ടിയെന്നോ ആണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിരവധി സ്ത്രീകളെ പട്ടാളം തന്നെ റേപ്പ് ചെയ്തു കൊന്നു. അവർക്ക് സ്വർഗം നിഷേധിച്ചു. കാരണം റേപ്പ് ചെയ്യാതെ കൊന്നാൽ കന്യകമാരാണെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടുമല്ലോ. അത് നിഷേധിക്കാനായി പട്ടാളക്കാർ അവരെ റേപ്പ് ചെയ്യുന്നു. ഖമനയുടെ ഏറ്റവും വിവാദ ഫത്വകളിൽ ഒന്നാണ് സ്ത്രീകൾ പൊതുസ്ഥലത്ത് സൈക്കിൾ ചവിട്ടാൻ പാടില്ല എന്നത്. 2016 സെപ്റ്റംബറിലാണ് ഈ ഫത്വ പുറപ്പെടുവിച്ചത്. സ്ത്രീകൾ പൊതുസ്ഥലത്തോ അപരിചിതരുടെ മുന്നിലോ സൈക്കിൾ ചവിട്ടുന്നത് പുരുഷന്മാരുടെ ശ്രദ്ധ ആകർഷിക്കുമത്രേ. ഇത് സമൂഹത്തിൽ അഴിമതിക്കും അധർമ്മത്തിനും കാരണമാകുമെന്ന വിചിത്രമായ ഫത്വയും ഖമനേയി നിരീക്ഷിച്ചുണ്ടാക്കി. സ്ത്രീകളുടെ മാന്യതയ്ക്കും അന്തസ്സിനും വിരുദ്ധമാണ് ഈ പ്രവൃത്തിയെന്നും അതിനാൽ ഇത് ഉപേക്ഷിക്കേണ്ടതാണ് എന്നും ഫത്വയിൽ എടുത്തു പറയുന്നുണ്ട്. ഈ ഫത്വ ഇറാനിലെ സ്ത്രീകളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2016 വടക്കു പടിഞ്ഞാറൻ നഗരമായ മരുവാനിൽ സൈക്കിൾ റാലി നടത്താൻ പദ്ധതിയിട്ട ഒരു കൂട്ടം സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി സൈക്കിൾ ചവിട്ടില്ല എന്ന് എഴുതി വാങ്ങിയ ശേഷമാണ് ഇവരെ വിട്ടയച്ചത്. ഇസ്ഫഹാൻ പോലുള്ള നഗരങ്ങളിൽ പൊതുസ്ഥലത്ത് സൈക്കിൾ ചവിട്ടുന്ന സ്ത്രീകൾക്ക് കടുത്ത പിഴയും സൈക്കിൾ കണ്ടുകെട്ടലും ശിക്ഷയായി കിട്ടി. ആവർത്തിച്ച് നിയമം ലംഘിക്കുന്നവർക്ക് തടവ് ശിക്ഷ നൽകി. ഇങ്ങനെ പല സ്ത്രീകളും ജയിലിലായിട്ടുണ്ട്. സൈക്കിൾ ഷെയറിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് സ്ത്രീകളെ പലയിടത്തും വിലക്കി. പൊതുസ്ഥലങ്ങളിൽ വ്യായാമം ചെയ്യുന്ന സ്ത്രീകളെ അധാർമികർ എന്ന മുദ്ര കുത്തുന്ന സാഹചര്യം ഫത്വയ്ക്ക് ശേഷം വർദ്ധിച്ചു. പക്ഷേ ഈ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനിയൻ വുമൺ ലവ് സൈക്ലിംഗ് എന്ന ഒരു ഹാഷ്ടാഗിൽ നൂറുകണക്കിന് സ്ത്രീകൾ സൈക്കിൾ ചവിട്ടുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. തങ്ങളുടെ മൗലികാവകാശമാണിതെന്ന് പ്രഖ്യാപിച്ച പ്രായമായവരും പെൺകുട്ടികൾ അടക്കമുള്ളവർ പരസ്യമായി സൈക്കിൾ ചവിട്ടി പ്രതിഷേധിച്ചിരുന്നു. ഇറാന്റെ പല ഭാഗത്തും സ്ത്രീകൾ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. അത് ഫത്വ അസാധമാക്കിക്കൊണ്ടല്ല, മറിച്ച് പോലീസ് കർശന നടപടി എടുക്കാത്തത് കൊണ്ടാണ്. കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഇതുപോലുള്ള ഫത്വകളൊന്നും നടപ്പിലാക്കാൻ കഴിയില്ലെന്നും അതിന്റെ പേരിൽ നടപടിയെടുത്താൽ ജയിൽ നിറയുമെന്നും ഇറാൻ ഭരണാധികാരികൾക്ക് നന്നായി അറിയാം. ആദ്യകാലത്ത് സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ സൈക്കിൾ ചവിട്ടുന്നതിന് പൂർണ്ണ നിരോധനമായിരുന്നു. പക്ഷേ പിന്നീട് അത് ഹിജാബ് കൃത്യമായി പാലിച്ചുകൊണ്ടും പുരുഷന്മാരുടെ ശ്രദ്ധ ആകർഷിക്കാത്ത രീതിയിലും സൈക്കിൾ ഉപയോഗിക്കാം എന്ന രീതിയിലേക്ക് മാറി. ഇറാനിൽ സ്ത്രീകൾ സൈക്കിൾ ചവിട്ടുന്നത് തടയുന്ന വ്യക്തമായ സിവിൽ നിയമങ്ങളൊന്നും നിലവിലില്ല. എന്നാൽ പൊതുധാർമ്മികത ലംഘിച്ചു എന്ന പേരിലാണ് പോലീസ് സൈക്കിൾ കണ്ടുകെട്ടാറുള്ളത്. ഈ ഫത്വ നിലനിൽക്കുമ്പോഴും ഇറാൻ ഔദ്യോഗികമായ ഒരു വനിതാ സൈക്ലിംഗ് ടീം ഉണ്ട് എന്നത് അതിലേറെ രസകരം. ഏഷ്യൻ ഗെയിംസിലും മറ്റ് അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലും ഇറാനിയൻ വനിതകൾ സൈക്ലിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. 2023 ചൈനയിലെ ഹാങ്ഷോവിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഫരാനക് പാർത്തോസർ മൗണ്ടൻ ബൈക്കിംഗിൽ വെങ്കലം നേടിയിട്ടുണ്ട്. കുറഞ്ഞ പ്രായത്തിൽ വിവാഹം കഴിക്കാനുള്ള പഴുതുകളിലും ഇറാനിലെ നിയമത്തിലുണ്ട്. നേരത്തെയുള്ള വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പാശ്ചാത്യ ജീവിത രീതിക്ക് പകരം ഇസ്ലാമിക ഇറാനിയൻ ജീവിത രീതി വളർത്തുമെന്നാണ് ഖമനേയി പറഞ്ഞത്. ഖമനേയുടെ ചില ഫത്വകളൊക്കെ വെറും അടവ് നയം അഥവാ തട്ടിക്കൂട്ടിയവ മാത്രമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം ആണവായുധങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും ശേഖരണവും ഹറാമാണെന്ന് ഖമനേയി പുറപ്പെടുവിച്ചിരുന്നു. 2003
ഒരു വാക്കാലുള്ള ഫത്വയാണ് ഇത് പുറപ്പെടുവിച്ചത്. 2005 അധികം ഔദ്യോഗികമായി ആവർത്തിച്ചു. പക്ഷെ എല്ലാവർക്കുമായി അറിയാം, കഴിഞ്ഞ കുറെ കാലമായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം 60% എത്തിച്ചത് അണുബോംബ് നിർമ്മാണത്തിന്റെ വക്കിലാണെന്ന്. എന്നിട്ടും പറയുന്നു അണുബോംബ് ഹറാമാണെന്ന്. ഖമനേയിയെ വലിയ ആളായി വാഴ്ത്തപ്പെടുന്ന ചില ആളുകൾ ഇവിടം മതിയാക്കി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലിരുന്ന ഖമനേയിയെ പൊഴുത്തുന്ന ചില അമ്മച്ചിമാർ കഴിവതും ഇറാനിലേക്ക് പോയി ജീവിക്കുന്നതാണ് നല്ലത്. കാരണം ഇത്ര നല്ല ഭരണാധികാരി അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ പോകാതെ ഇവിടെ ഇരുന്ന് ചിലച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇനിയും സമയമുണ്ട്, അവിടെ പോയി ജീവിക്കുന്നതാണ് നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.